യാക്കോബായ സഭയുടെ പുതിയ കാതോലിക്കയായി ജോസഫ് മാർ ഗ്രിഗോറിയോസിനെ ഇന്ന് വാഴിക്കും. ശുശ്രൂഷകൾക്ക് ഇഗ്നാത്യോസ് എഫ്രൈം രണ്ടാമൻ ട്രിയർക്കീസ് ബാവ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ബെയ്റൂട്ടിലെ പാത്രിയർക്ക അരമനയോട് ചേർന്നുള്ള സെയിന്റ് മേരീസ് കത്തീഡ്രൽ പള്ളിയിൽ ഇന്ത്യൻ സമയം രാത്രി 8:30-ക്കാണ് വാഴിക്കൽ ശുശ്രൂഷ. ഗീസ് പീറ്റർ ബെയ്റൂട്ടിൽ നിന്ന് തത്സമയ വിവരങ്ങളുമായി. ഗീസ്, ഇനിയിപ്പോൾ ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. ചടങ്ങുകൾക്കുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായോ? സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ചുള്ള സംഘമൊക്കെ അങ്ങോട്ടേക്ക് എത്തിയോ? അനുജ, തീർച്ചയായിട്ടും യാക്കോബായ സഭയെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു ചരിത്ര മുഹൂർത്തം അല്ലെങ്കിൽ ഒരു ചരിത്ര ദിനമാണ്. 81ാമത് കാതോലിക്കയായി സഭയുടെ കാതോലിക്കയായി ഡോക്ടർ ജോസഫ് മാർ ഗ്രിഗോറിയസ് മെത്രാപ്പോലീത്തെ അവരോധിക്കപ്പെടുകയാണ്. ഒപ്പം തന്നെ ഇപ്പോൾ നമുക്ക് പിന്നിൽ കാണുന്ന സെന്റ് മേരീസ് കത്തീഡ്രൽ, ഈ പള്ളിയിൽ വെച്ചാണ് ഈ സ്ഥാനാരോഹണം നടക്കുക. പാത്രിയർക്കീസ് ബാവ ഇഗ്നാത്യോസ് എഫ്രൈം രണ്ടാമൻ ഈ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഒപ്പം മലങ്കരയിൽ നിന്ന് എത്തിയിട്ടുള്ള മെത്രാപ്പൊലീത്തമാർ, അതിനു പുറമെ വിവിധ ക്രൈസ്തവ സഭകളുടെ, പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് ഓറിയന്റൽ സഭകളുടെ, അമേരിക്കയിൽ നിന്നും റഷ്യയിൽ നിന്നും ഒക്കെയുള്ള ഓറിയന്റൽ സഭകളുടെ അധ്യക്ഷന്മാരും ഈ ചടങ്ങിന് സാക്ഷിയാകുന്നുണ്ട്. അനുജ സൂചിപ്പിച്ചതുപോലെ സഭാ പ്രമുഖർക്ക് പുറമെ സർക്കാർ പ്രതിനിധികളും ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പ്രതിനിധികൾ ഇന്നലെ തന്നെ ഇവിടെ ഈ ചടങ്ങിൽ സാക്ഷിയാകുവാനായി എത്തിക്കഴിഞ്ഞു. മന്ത്രി രാജീവ് നേതൃത്വം നൽകുന്ന 7 അംഗ സംഘമാണ് കേരളത്തിൽ നിന്നും എത്തിയിട്ടുള്ളത്. സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് വി മുരളീധരൻ, മുൻ കേന്ദ്ര സഹമന്ത്രിയായിരുന്ന വി മുരളീധരനൊപ്പമുള്ള 4 അംഗ സംഘമാണ് കേന്ദ്ര സർക്കാരിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഈ ചടങ്ങിൽ സാക്ഷിയാവുക. എന്തായാലും കേരളത്തിൽ നിന്ന് ഏകദേശം 400-ലധികം വിശ്വാസികൾ ഈ ചടങ്ങിന് സാക്ഷിയാകുവാൻ എത്തിയിട്ടുണ്ട്. ഏകദേശം 700-ലധികം പേരാണ് ചടങ്ങിന് വേണ്ടി അച്ചാനയിലേക്ക് എത്തിയിട്ടുള്ളത്. ഇന്ന് വചനിപ്പ് പെരുന്നാളാണ്. സഭയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായിട്ടുള്ള ദിവസമാണ്. ഇപ്പോൾ പള്ളിയിൽ വചനിപ്പ് പെരുന്നാളിനോട് സംബന്ധിച്ചിട്ടുള്ള കുർബാനയും ഒപ്പം തന്നെ പ്രത്യേക ശുശ്രൂഷകളും നടക്കുകയാണ്. പാത്രിയർക്കീസ് ബാവ മുഖ്യ കാർമ്മികത്വം വഹിക്കുമ്പോൾ സഹകാർമ്മികനായി നിയുക്ത കാതോലിക്ക ഡോക്ടർ ജോസഫ് മാർ ഗ്രിഗോറിയോസ് ആണ് സഹകാർമ്മികനായി ഈ കുർബാനയിൽ സംബന്ധിക്കുന്നത്. ഒപ്പം തന്നെ വിവിധ സഭകളിൽ നിന്നുള്ള മെത്രാപ്പൊലീത്തമാരും ഒപ്പം യാക്കോബായ സഭയിലെ എല്ലാ മെത്രാപ്പൊലീത്തമാരും ഇതിനോടകം തന്നെ പള്ളിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് പ്രാദേശിക സമയം 4 മണി, അതായത് ഇന്ത്യൻ സമയം രാത്രി 8:30-ഓടുകൂടിയായിരിക്കും വാഴിക്കൽ ചടങ്ങുകൾ ആരംഭിക്കുക. ഏകദേശം 2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ചടങ്ങാണ്. അതുകൊണ്ട് തന്നെ എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. ഇന്നലെ വൈകിട്ടോടുകൂടി എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ഏകദേശം 2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ചടങ്ങിൽ വിശിഷ്ട അതിഥിയായി എത്തുന്നത് ലെബനൻ പ്രസിഡന്റ് ജനറൽ ജോസഫ് ഔനാണ്. ഒപ്പം നമ്മുടെ സർക്കാർ പ്രതിനിധികളും ഉണ്ടാകും. ഇതിന് പിന്നാലെ ഒരു പൊതുസമ്മേളനമുണ്ട്. ആ പൊതുസമ്മേളനത്തിലായിരിക്കും സർക്കാർ പ്രതിനിധികൾ, കേന്ദ്ര സംസ്ഥാന സർക്കാർ പ്രതിനിധികൾ പുതിയ കാതോലിക്കയായി വാഴിക്കപ്പെടുന്ന ജോസഫ് മാർ ഗ്രിഗോറിയോസിന് ബെസേലിയോസ് ജോസഫ് മാർ ഗ്രിഗോറിയോസ് എന്ന നാമത്തിലായിരിക്കും അദ്ദേഹം ബെസേലിയോസ് ജോസഫ് എന്ന പേരിലായിരിക്കും അദ്ദേഹം വാഴിക്കപ്പെടുന്നത്. അദ്ദേഹത്തിന് ആശംസകൾ അർപ്പിക്കുക ആ പൊതുസമ്മേളനത്തിലായിരിക്കും. ആ പൊതുസമ്മേളനത്തിൽ പാത്രിയർക്കീസ് ബാവയും വിശ്വാസി സമൂഹത്തെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. എന്തു തന്നെയായാലും എല്ലാ വിശ്വാസികളും ഇപ്പോൾ പള്ളിക്കകത്ത് നടക്കുന്ന ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനുശേഷം പാത്രിയർക്കീസ് ബാവയുമായി വിശ്വാസികളുടെ ഒരു കൂടിക്കാഴ്ചയുണ്ട് എന്നാണ് അറിയുവാനായിട്ട് സാധിച്ചിട്ടുള്ളത്. എന്തു തന്നെയായാലും സഭ ഒരുങ്ങിക്കഴിഞ്ഞു. പ്രത്യേകിച്ച് അച്ചാനയിലെ ഈ മലനിരകൾ അത് പ്രാർത്ഥനകൾ കൊണ്ട് മുഖരിതമായിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ വിശ്വാസി സമൂഹം ഇങ്ങോട്ട് കൂടുതൽ വിശ്വാസി സമൂഹം ഇങ്ങോട്ട് ഒഴുകിയെത്തും. വൈകിട്ട് 4 മണിക്ക് ആരംഭിക്കുന്ന ചടങ്ങിൽ ഇവിടുത്തെ സമയം ഏകദേശം 6:30-ഓടുകൂടി പൂർത്തിയാകും. 7 മണിയോടെയാകും പൊതുസമ്മേളനം ആരംഭിക്കുക. എന്തു തന്നെയായാലും സഭയെ സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന സമയമാണ്. പള്ളിത്തർക്കവും പള്ളിപിടുത്തവുമായി ഓർത്തഡോക്സ് സഭയുടെ ഭാഗത്തുനിന്നും വലിയ തിരിച്ചടികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു. കോടതി വ്യവഹാരങ്ങളിലൂടെ സഭ തിരിച്ചടികളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഗ്രിഗോറിയോസ് പുതിയ ഇടയനായി അല്ലെങ്കിൽ സഭയുടെ അമരത്തേക്ക് എത്തുന്നതും ശ്രദ്ധേയമാണ്. അനുജ. അതെ, യാക്കോബായ സഭയുടെ പുതിയ കാതോലിക്കയായി ജോസഫ് മാർ ഗ്രിഗോറിയോസ് ചുമതലയേൽക്കും. ഇന്ത്യൻ സമയം രാത്രി 8:30-ക്ക് ഈ ചടങ്ങുകൾക്ക് തുടക്കമാകും. വാഴിക്കൽ ശുശ്രൂഷയാണ് 8:30-ക്ക് നടക്കുന്നത്. പ്രാദേശിക സമയം വൈകിട്ട് 4 മണിക്കാണ് ചടങ്ങ്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. സർക്കാരിന്റെ പ്രതിനിധികൾ ഉൾപ്പെടെ അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഗീസ് പീറ്റർ ബെയ്റൂട്ടിൽ നിന്നാണ് തത്സമയം വിവരങ്ങൾ നൽകിയത്.